ഉത്തരായന കാലഘട്ടത്തിൽ ഉദ്ധിനോതി മുകളിലേക്കുള്ള പ്രയാണം അതുതന്നെയാണ് ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങൾ കൃത്യമായ രീതിയിൽ നിലനിൽക്കണം. ആചിനോതി ഇതി ശാസ്ത്രാണി ആചാര്യ സ്ഥാപയത്യപി സ്വയം ആചരത്തെ ചെയ്വ ആചാര്യ ഇത്യുച്യത്തെ. ആചിനോതി ഇത് ശാസ്ത്രാണി 4-5 വർഷങ്ങളെ കൊണ്ട് ശാസ്ത്രങ്ങൾ പഠിക്കുകയും അതുപോലെ തന്നെ പ്രായോഗികമായ രീതിയിൽ പൂജാപാത്രങ്ങൾ തേക്കി വയ്ക്കുക, പൂജാപാത്രങ്ങളെ എങ്ങനെ ഒരുക്കേണ്ട പഠിക്കുക. അപ്പോൾ 6 വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ശാന്തിക്കാരനാവുന്നത്, ഒരു തന്ത്രിയാവുന്നത്. അപ്പോൾ 6 വർഷം പകലും രാത്രിയും ഇല്ലാതെ നിരന്തരമായ ഉപാസനയിലൂടെ അല്ലെങ്കിൽ കർമ്മമണ്ഡലങ്ങളും കൂടി സഹായത്തോടുകൂടി തന്നെ ആണ് എന്തായിത്തീരുന്നത്, ഒരു ശാന്തിക്കാരനായിരുന്നു തന്ത്രിയായിത്തീരുന്നത്. അല്ല ഒരു സുപ്രഭാതത്തിൽ ഭസ്മം തൊട്ട് കുടുമയും വെച്ച് അതല്ല തന്ത്രി. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ, ഒരുപാട് എഫേർട്ട് ഉണ്ട്. ചിലപ്പോൾ പട്ടിണി കിടക്കേണ്ടി വരും, ചിലപ്പോൾ പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ആഹാരം തരില്ല. ആ രീതിയിലൊക്കെയാണ് കേരളത്തിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടി വരും, ചില അനാചാരങ്ങൾ വേണ്ടാന്ന് വയ്ക്കേണ്ടി വരും എന്നർത്ഥം. ഭൂമാനന്ദ സ്വാമികളെ കൂടി തൂക്കത്തിൻ്റെതായ ചില പഴയ ആചാരാനുഷ്ഠാനങ്ങളെ കുറച്ച് അതിനെ ചെറിയ രീതിയിൽ തന്നെ ദേവിക്ക് തൃപ്തിയായിട്ട് രീതിയിൽ കൊണ്ടു നടക്കാൻ ഭാഗത്തിന് കോടതി വളരെ അംഗീകരിച്ചതായ മാറ്റങ്ങളുണ്ടാവും. അപ്പം മാറ്റം പ്രകൃതി നിയമമാണ് എന്നർത്ഥം. ഇന്ന് ഉദിക്കുന്ന സൂര്യനല്ല നാളെ ഉദിക്കുന്നത്, ഇന്ന് അസ്തമിക്കുന്ന സൂര്യനല്ല നാളെ അസ്തമിക്കുന്നതർത്ഥം. അപ്പോൾ എല്ലാം ഇല്ലാത്തതാണ്, ഈ കാണുന്ന പ്രപഞ്ചവും ഒക്കെ ഇല്ലാത്തതാണ്. ഇല്ലാത്ത ഒന്നിനെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്നതാണ് മായ. അപ്പോൾ ആ മായാശക്തിയെ വിടാനായിക്കൊണ്ട് ഒരു ഗോളം കറങ്ങിക്കൊണ്ടിരിക്കുന്നു, അതിനകത്ത് എവിടെയാ ദിക്ക് ഇല്ല. സൂര്യൻ 30 ഡിഗ്രിയിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിനെ മേടം എന്നും ഇടവം എന്നും ഇതിനും എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ മാസങ്ങളുടെ പേര് നിൽക്കുന്നു. സാങ്കല്പികമായ അച്ചുകണ്ടിലത്ത് കിടക്കുന്നതായ ഒരു ഭൂമി, 14 ലോകങ്ങൾ നിലനിൽക്കുന്നതായ ഒറ്റ ചൈതന്യം, അതിന് വിഷ്ണുവെന്നോ കൃഷ്ണനെന്നോ ശിവനെന്നോ എന്തു വേണമെങ്കിലും വിളിക്കാം. അത്യധിഷ്ഠ ദശാങ്കുലം, ആ ചൈതന്യം 14 ലോകം കഴിഞ്ഞ് 10 അങ്കുലവും കൂടെ മുകളിൽ നിന്ന് അവിടുത്തെ കാരണി ജലത്തെ അവിടുന്ന് ഒഴുക്കി എന്തു ചെയ്തു, മഹാദേവൻ്റെ തലയിലേക്ക് ഒഴുക്കി. ഗംഗയുടെ പ്രവാഹം, അതിശക്തമായ പ്രവാഹം അവിടുന്ന് മഹാദേവൻ്റെ തലയിൽ അല്ലെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന അർത്ഥം. അപ്പം ജലം അമൂല്യമാണ്. അപ്പം ജലത്തിൻ്റെ ഒഴുക്കിനെ നമുക്ക് തടയാൻ പറ്റില്ല. ഏറ്റവും ശക്തമായ ഒഴുക്ക് ജലമാണ്. നമ്മൾ അനുഭവിച്ചതാണ് കേരളം, വയനാടടക്കം ജലത്തിൻ്റെ ദുരിതം നമ്മൾ അനുഭവിച്ചതാണ്. അപ്പം അതിനെ തടഞ്ഞു നിർത്താനായിക്കൊണ്ട് തലപ്പുഞ്ഞ മഹാദേവൻ തൻ്റെ തിരിജടയിൽ ആ ജലം സ്വീകരിച്ച് പിന്നീട് പാതി വെയ്യ് പകുത്തെടുത്ത ഉമ അറിയാതെ എന്നൊക്കെയാണ് പറയണത്. 2ാമത്തെ ഭാര്യയാണ് ഗംഗ എന്നൊക്കെ പറയുക. കുന്നിൻ മകൾ അറിയാതെ ആ ഗംഗയ്ക്ക് ഒളിസേവ ചെയ്യുന്നു മുക്കണ്ണൻ എന്ന് നമ്മളൊരു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പം എന്തിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതായിത്തീരും. മഹാദേവനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന മഹാദേവനായിത്തീരും, കൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന കൃഷ്ണനായിത്തീരും, ഭദ്രകാളിയെ പറ്റി ചിന്തിച്ചാൽ ഭദ്രകാളിയായി തീരും എന്നർത്ഥം. അത് ശരീരമല്ല തീരുന്നത്, ആത്മാവ് ഒന്നായിത്തീരും. അപ്പം തവ ഉത്സവം കരിഷ്യേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്ത്രിമുഖ്യൻ അവിടെ ഉത്സവം നടത്തുമ്പോൾ ഉത്സവാദി കാര്യങ്ങൾ പരിവാരങ്ങൾക്കടക്കം ഉത്സവലി കാര്യങ്ങളൊക്കെ തൂവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനടക്കമുള്ളവർ ഈ ഉത്സവലി തൂവി അങ്ങനെ പകുതിയാകുമ്പോഴത്തേക്കും വിശന്ന് തുടങ്ങും. പ്രസാദം എവിടെയെന്ന് ചോദിക്കും. ഇതൊന്നും അല്ല വേണ്ടത്. എല്ലാ ആ മാതൃക്കല്ലിൽ തൂവുന്ന സങ്കല്പം അനുസരിച്ച്, സൗന്ദര്യം അനുസരിച്ച് ഒരു ആകർഷണ ശക്തി ആയിക്കൊണ്ട് നമുക്ക് നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് സമീപിക്കാനായിട്ട് തൊഴുവാനായിക്കൊണ്ട് തടുപ്പും വെച്ചുകൊണ്ട് സർവ്വ അലങ്കാരമായിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, രാജസ്വരൂപത്തിലുള്ളതായ ഒരു രാജാതിരാജനെ തൊഴുത്. അവിടെ ചെറിയൊരു അംശം മാത്രമേ ഉള്ളൂ. ഇത് മുഴുവൻ കഴിഞ്ഞ്
പുറമേ ഉള്ളതായ അവകാശികൾക്ക് മുഴുവനും തൃപ്തിപ്പെടുത്തി കഴിഞ്ഞ് തിരിച്ച് കാലും മുഖവും കഴുകി ബലി തൂവിയ കാലും മുഖം കഴുകണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കാലും മുഖവും കഴുകി ജപിച്ച് തന്ത്രിമുഖ്യൻ നട തുറന്ന് ഭഗവാനെ അവിടെ ആ തടമ്പിലെ ചൈതന്യത്തെ ഭഗവാനിലേക്ക് പരിപൂർണമായി ലയിപ്പിച്ചുകൊണ്ട് അവിടെ ഗംഭീരമായ രീതിയിൽ നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നു. അപ്പോൾ പരിവാരങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം പ്രത്യക്ഷമായി കണ്ടുകൊണ്ട് ഭഗവാൻ കണ്ടുകൊണ്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഭഗവാൻ ക്ഷീണമായി. കാരണം ഭഗവാന് വിശക്കും. അപ്പോൾ തിരുമധുരം കരിക്ക് അപ്പം അട വെറ്റില അടയ്ക്ക താമ്പോല ഇതെല്ലാം കൊടുത്ത് ഭഗവാനെ നേദിച്ച് കഴിഞ്ഞ് ആ പ്രസാദം പുറത്തേക്ക് വെച്ച് കഴിഞ്ഞ് മാത്രമേ ഭക്തജനങ്ങൾ പ്രസാദ ഊട്ടിലോ അന്നദാനത്തിലോ പങ്കെടുക്കാവുള്ളൂ. അപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞ് നമസ്കരിച്ചോ 1:30 ആയിക്കോട്ടെ, 2 മണി ആയിക്കോട്ടെ, 12:30 ആയിക്കോട്ടെ, എന്തിനാ ധൃതി കൂട്ടണേ? അപ്പം അങ്ങനെ സ്വീകരിച്ചാൽ മാത്രമേ പുണ്യമുള്ളൂ. ക്ഷേത്ര അന്തരീക്ഷങ്ങളിൽ കഴിയുന്നതും നാമം ജപിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ട് ചിരിച്ചൊരു നമസ്തേ പറയുമ്പോഴുള്ള പ്രത്യേകത അവിടെ എന്തായിത്തീരുന്നു? ആ സുഹൃത്തുക്കളും എല്ലാവരും ഒന്നായിത്തീരുന്നു. വീണ്ടും സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ പുതുക്കപ്പെടുന്നു. അപ്പോൾ ക്ഷേത്രത്തിൽ വയ്ക്കുന്നതായ ആഹാര പദാർത്ഥങ്ങൾ അതേ അളവിൽ വീട്ടിൽ വെച്ചാൽ ആ സ്വാദുണ്ടാവില്ല. കാരണം ഭഗവാൻ അതിൻ്റെ മലാംശത്തെ മാറ്റി നമ്മൾ കൊടുത്തുകൊണ്ട് അവിടെ ഭഗവാൻ അതിൻ്റെ അമൃത അംശത്തെ സ്വീകരിച്ചു കഴിയുമ്പോൾ അതെന്തായിത്തീരുന്നു? അത് നിർമാല്യമായിത്തീരുന്നു. എന്ന് വെച്ചാൽ പരിപൂർണ നിർമ്മലമായിത്തീരുന്നു. ആ ടേസ്റ്റ് നമ്മൾ വീട്ടിലുണ്ടായ കിട്ടില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ അങ്ങനെ ക്ഷേത്ര അന്തരീക്ഷങ്ങൾ ഉണരട്ടെ, ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കട്ടെ, ക്ഷേത്ര കലകൾ നടക്കട്ടെ, ആചാരങ്ങൾ നടക്കട്ടെ, അനുഷ്ഠാനങ്ങൾ നടക്കട്ടെ. അനുഷ്ഠാനങ്ങൾ എന്ന് പറഞ്ഞാൽ പാണി, കൊട്ട്, പാട്ട്, സോപാനം, കഥകളി, കൂത്ത്, തിരുവാതിര, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ അനുഷ്ഠാന കലകളുണ്ടോ അതൊക്കെ എന്താണ്? അനുഷ്ഠാനങ്ങളാണ്. മുടിയേറ്റ അനുഷ്ഠാനമാണ്. ചില ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റിൻ്റെ നിർബന്ധമായിട്ട് എന്ത് വേണം? കഥകളി വേണം. കേരളത്തിൽ അത് അനുഷ്ഠാനമാണ്. ബാക്കി ആചരിക്കുന്നത് ആചാരമാണ്. അപ്പം ആചരിക്കേണ്ടത് ആചരിക്കുകയും ആചരിച്ച് കാണിക്കുകയും ചെയ്യും. സ്വയം ആചരിച്ചാലേ മാത്രമേ ആചാര്യനായിത്തീരുന്നുള്ളൂ. അപ്പോൾ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അനുഷ്ഠാന കലകൾ, പഞ്ചവാദ്യങ്ങൾ, ആനപ്പുറത്ത്, ചിലയിടത്ത് ആനപ്പുറത്ത്, ചിലയിടത്ത് രഥത്തിനകത്ത്, ചിലത്തിനകത്ത് കുതിര, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ദേശത്തിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം അനുഷ്ഠാനങ്ങൾക്ക്. പക്ഷേ ആചാരങ്ങൾ പൊതുവെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്നതായ കേരള രീതിയിലുള്ള പൂജ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തലപ്പുഞ്ഞ മഹാദേവൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമഃശിവായ പാർവതീശ പാവനാശനാഹരേ.